എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്കറിയാം, ഇന്ന് ജൂൺ 2 നമ്മുടെ ഈ വർഷത്തെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. നമ്മുടെ പല സ്കൂളുകളിലും പ്രവേശനോത്സവം എന്നുള്ള പേരിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഈ ദിനം ആഘോഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം എന്നുള്ള രീതിയിൽ നമ്മുടെ പയ്യന്നൂരിലെ നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു സ്കൂളാണ് BEMLP സ്കൂൾ പയ്യന്നൂര്. ഇത് പയ്യന്നൂർ ഉപജില്ലയിൽപ്പെടുന്ന സ്കൂളാണ്. ആ അർത്ഥത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സ്കൂളിലേക്ക് പച്ചവിളിച്ച് എത്തിയിട്ടുള്ളത്. ഇവിടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത് എന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ കേരള സർക്കാരും പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ തയ്യാറെടുപ്പാണ് എല്ലാ സ്കൂളുകളിലും നടത്തിയിട്ടുള്ളത്. ജനപ്രതിനിധികൾ അതുപോലെ തന്നെ എല്ലാവരും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കണം എന്നുള്ള വ്യക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ ദിനം. നമ്മുടെ പുതിയ കൂട്ടുകാര് നമ്മുടെ ഓരോ സ്കൂളുകളിലേക്കും എത്തപ്പെടുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രവേശനോത്സവം എന്നുള്ള പോലുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, കേരള സർക്കാർ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ പുസ്തകങ്ങളും കാലേക്കൂട്ടി തന്നെ ഇവിടെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുസ്തകത്തിന്റെ ഒക്കെ പിന്നെ പുസ്തകങ്ങളൊക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രവേശന ദിനത്തിൽ തന്നെ കുട്ടികൾക്ക് പുസ്തകമൊക്കെ കൈമാറുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഈ സ്കൂളിൽ എന്താണെന്ന് നോക്കാം. BEMLP സ്കൂൾ പയ്യന്നൂരിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ്. ഞാനൊക്കെ പഠിച്ച സ്കൂൾ എന്നുള്ള രീതിയിൽ ഈ സ്കൂളിനോട് ഏറെ താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിന്റെ കാഴ്ചകളിലേക്ക് ഇത് എത്ര ക്ലാസ്സാ? ലൈവാ? 3 അതെയാ? 3 ആരാ നല്ലോണം പഠിക്കുന്നു? ആരാ പാട്ട് പാടല്? ഒരു പാട്ട് പാടിയ ആരാ പാടല്? ലൈവാണ്, ലൈവില് കാണും. ആരാ പാടല്? ഒരു പാട്ട് പാടിയ നമുക്ക് അപ്പുറത്തേക്ക് പോകണം. പാട്ട് പാടിയ മോള് നല്ലൊരു പാട്ട് പാടും. ആ, നമുക്ക് അറിയുന്ന പാട്ട് പാടിക്കോ. ആരാ പാടല്? മോൻ പാടുവാ? ന്യൂ കമ്പർ പാടും. പുതിയതായിട്ട് വന്നാ കുട്ടി. ആ, പാടിയ മോള് ആര് പാടലേ? പറയാ ഇതോടാ. ആര് പാടലേ? ആ പാടിയ ഇല്ല. ഓള് പാടാ. എന്താ പേടി? പാട് കേൾക്കണം. ആ, പാടിക്കോ. ഒച്ചത്തെ പാടറാ. ഒച്ചത്തെ പാടറാ. ഓക്കെ, എന്താ പേര് മോളെ? ആ, അടിപൊളി. ഇത്ര അപ്പുറത്ത് പോയില്ലേ സാറല്ല? ആരും പാടുന്നുണ്ടാ? 3ാം ക്ലാസ് അല്ല? ഒന്ന് ഹായ് നാക്കി എല്ലാരും. ഹായ് നാക്കി. അടിപൊളി. ഒരാളായി മാറാൻ ആനന്ദ ആടിപ്പാടാ മാടിക്ക് മറിക്കാം ആനന്ദമോടങ്ങാം
ആനയെപ്പോലുള്ള ഒരാളായി മാറണം ആനന്ദ ഭൈരവി പാടിയുണ്ടാവും വാനികളെ വാനത്തോളം ഉയർന്നീടം വാനിൽ നിന്ന നക്ഷത്രകൂട്ടങ്ങൾ വാനികളെ വാനത്തോളം ഉയർന്നീടം വാനിൽ നിന്ന നക്ഷത്രകൂട്ടങ്ങൾ കളികളിലൂടെ ഒരു ചിരിമുറ്റം കുളികൾ നൽകും പെൺമുറ്റം മലയാളത്തിൻ പൂമുറ്റം നമ്മുടെ സ്കൂളിൻ തിരുമുറ്റം കളികളിലൂടെ ഒരു ചിരിമുറ്റം കുളികൾ നൽകും പെൺമുറ്റം മലയാളത്തിൻ പൂമുറ്റം നമ്മുടെ സ്കൂളിൻ ഇവിടെ നിർത്താൻ വേണ്ടി ആരോ പറഞ്ഞിട്ടുണ്ട് കാര്യം അപ്പോൾ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അതല്ല 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 താഴെ താഴെ
രണ്ട് കുട്ടികളെ കൂടിയല്ലേ? ചിത്ര നിന്റെ ആര് പഠിക്കുന്നുണ്ടേടാ? ലൈവാണ് പഠിക്കുന്നുണ്ടാ? അതെ അല്ലേ? എവിടെ താമസം? എവിടെ ശരിക്ക്? കുഞ്ഞുകൊടുത്തല്ലേ? ഞാൻ കുഞ്ഞുകൊടുത്ത്. ആ ആ മകള് വർണ്ണ UKG പഠിക്കുന്നത്. ആ ഇത് അറിയാലോ നമുക്ക്. ചിത്രൻ കുഞ്ഞുമംഗലം പ്രശസ്ത ശില്പിയാണ്. കുഞ്ഞിന്റെ പേര് വർണ്ണ അല്ലേ? എത്രല്ല പഠിക്കുന്നത് ഇപ്പം? ഇപ്പം UKG-ലാണ്. UKG-ലാണ് പഠിക്കുന്നത്. അതല്ലേ? പിന്നെ ഇവിടെ തന്നെ പഠിച്ചത്? LKG അതല്ലേ? അത് ശരി. പിന്നെ ഇവിടെ ചേർക്കാൻ കാരണം കുഞ്ഞുമംഗലത്തുള്ള ഒരാള്. ഭാര്യയുടെ വീട് എവിടാ? ഭാര്യയുടെ വീട് തൃക്കരിപ്പൂരാണ്. പിന്നെ BMLP സ്കൂൾ സെലക്ട് ചെയ്യാൻ കാരണം അതല്ലേ? പയ്യന്നൂര്. അത് വളരെ പാരമ്പര്യമുള്ള സ്കൂളാണ്. അതെ അതെ. പിന്നെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അത് ശരി, അത് ശരി. നമ്മളൊക്കെ പഠിച്ച സ്കൂളാ. ഞാനൊക്കെ ഇവിടെ പഠിച്ചത്. ഒരു നൂറ്റാണ്ടിലേറെയായി സ്കൂള് തുടങ്ങിയിട്ട്. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ വർണ്ണാഭമായ പ്രവേശനോത്സവമല്ല. നമ്മുടെ കാലഘട്ടത്തിലൊന്നും തന്നെ നമ്മളൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറ പഠിക്കുന്ന സമയത്ത് ഇത്തരം രീതിയിലുള്ളൊരു സ്വീകരണങ്ങളൊന്നുമില്ല. വലിയ ബഹളങ്ങളും കരച്ചിലും സ്കൂളുകളിലൊക്കെ ഉണ്ടാവും 1ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികളൊക്കെ വലിയ നല്ല പക്വതയോടുകൂടിയാണ് കുട്ടികളുടെ പെരുമാറ്റം. കാരണം അവർക്കൊരു ഭയവുമില്ല. അവരെങ്ങനെ കരയുന്നൊരു സംഭവം വളരെ റെയറാണ്. കുട്ടികൾ ഈ പ്രവേശനോത്സവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഗവൺമെന്റ് നടത്തുന്ന? പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്നതിലും നല്ല രീതിയിൽ ഒരു പ്രവേശനോത്സവം, അതായത് കുട്ടികളെ കൂടുതൽ സ്കൂളിലെത്തിക്കുക എന്നൊക്കെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. അപ്പോൾ പല രീതിയിലാണ് ഇതിന് ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് മാറി പൊതുവിദ്യാഭ്യാസ ഇതിലേക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ, അതായത്
നല്ല മാനസികാവസ്ഥയോട് കൂടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പറഞ്ഞു അതിൻ്റെ ഒരു തുടക്കം തന്നെ രീതിയിലാണ് ശരിക്കും. അല്ല, നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ ഉന്നത, അതിന്റെ സാങ്കേതികമായിട്ടും അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടും അതിന് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, നല്ല ക്ലാസ് റൂമുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം പുസ്തകം മുമ്പേ എത്തി. കഴിഞ്ഞ വർഷം ക്ലാസിന്റെ അവസാനം തന്നെ ഈ പ്രാവശ്യത്തെ പുസ്തകം എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയൊരു തയ്യാറെടുപ്പ്, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു രീതി നിലവിൽ കാണുന്നുണ്ട് ഗവൺമെന്റിന്റെ. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പഠനത്തിന് വലിയ ചെലവില്ല. ഒരു പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചെലവില്ല. അത് വലിയ രീതിയിലുള്ള ചെലവൊന്നുമില്ല. ചില PTF ഫണ്ടൊക്കെ വാങ്ങിക്കുന്നത് അതിൽ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു സാധാരണക്കാരന് അവന്റെ കുട്ടിയെ മികച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന ഒരു വലിയ നേട്ടം ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷം സ്കൂളുകളിലൊക്കെ കാണാൻ വേണ്ടി. എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അത്തരം കാര്യം? അതായത് ഏത് തരത്തിൻ്റെ സാമ്പത്തികാവസ്ഥയിലെ കുടുംബങ്ങൾക്കും അവരുടെ മക്കളെയൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം സർക്കാർ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയാണ്. അതായത് പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്ന് വിചാരിച്ചാൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നവരുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പം ആദ്യത്തെ ദിവസമായാലും പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ അപ്പോൾ കുട്ടികളത് കൂടുതൽ നല്ലൊരു ഊർജ്ജം ഉണ്ടാക്കുകയും തുടക്കം തന്നെ ആ രീതിയിൽ കാണുകയും ഇപ്പം പല പരിപാടികളെല്ലാം സ്കൂളിലും ആദ്യത്തെ ദിവസം തന്നെ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മാനസികപരമായിട്ട്, നേരത്തെ പറഞ്ഞാൽ മാനസികപരമായിട്ടുള്ളൊരു ഇതും കൂടി അടിത്തറ കൂടി ഇതിന് ആവശ്യമാണ്. അതാണ് മറ്റ് പണ്ട് കാലങ്ങളിൽ നമുക്ക് പഠിക്കുന്ന പഠനം മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇന്നുള്ളത് മറ്റ് പ്രവർത്തനങ്ങൾ, അതുപോലെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ചും കൂടി മാനസികമായിട്ട് വളർച്ചയ്ക്ക് കൂടി ഉതകുന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിന് ഇപ്പോൾ പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ അവസാനത്തെ സമയത്താണ് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ വർക്കൊക്കെ നടന്നിട്ടിപ്പം ടെക്സ്റ്റ് ബുക്ക് എല്ലാ ക്ലാസ്സുകളിലേക്കും വന്നു. അതോടൊപ്പം തന്നെ കലാവിദ്യാഭ്യാസത്തിനെല്ലാം ഇപ്പം ടെക്സ്റ്റെല്ലാം ഉണ്ട്. അപ്പോൾ അത് കുട്ടികളുടെ കലാവാസന കൂടുതൽ ഉണ്ടാക്കാൻ, ഞാനൊരു ആർട്ടിസ്റ്റ് ശില്പിയാണ്, ചിത്രകാരനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ അത് തരത്തിൽ കലാപരമായിട്ടുള്ള രീതിയിൽ വരുന്ന കുട്ടികളെ എല്ലാം നമുക്ക് അതിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. മറ്റ് വിഷയങ്ങളിലാണ് നമുക്ക് എപ്പോഴും പ്രാധാന്യം ഉണ്ടാകും. അപ്പോൾ ഇന്നായിട്ട് മാറിയിട്ട് നമുക്ക് ഇത്തരം കലാവിദ്യാഭ്യാസത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്നതിന് കൂടി നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ സർക്കാർ വിദ്യാർത്ഥികളുടെ മറ്റുള്ള സർഗപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിലബസിലൊക്കെ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ചിത്രകലാ അധ്യാപകന്മാർക്ക് ആവശ്യമായ ഒരു പരിഗണന സ്കൂളുകളിൽ പണ്ടെല്ലാം ഉണ്ടാവും. ഒരു ഡ്രാഫ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് നമുക്കൊക്കെ ഉണ്ടാവുക, ഏതൊക്കെ ഒരു ടീച്ചർ അല്ലേ. അത് അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് കുറേയും കൂടെ കൂടുതൽ കുട്ടികളുടെ സർഗപരമായ കഴിവുകൾ വികസിപ്പിക്കുന്ന രീതിയിൽ ചിത്രകലാ അധ്യാപകന്മാരെയൊക്കെ ഇവിടെ നിയമിക്കേണ്ടതായിട്ടുണ്ട് എന്ന അഭിപ്രായം ഒരു ചിത്രകലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളത് എന്താണ് ചിത്രന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിപ്പം ഞാൻ കലാകാരൻ എന്നുള്ള രീതിയിൽ എപ്പോഴും കലാധ്യാപകർ വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതെല്ലാ സ്കൂളിലും മറ്റ് വിഷയങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. നമുക്കൊരു എല്ലാവരും കല പഠിക്കുക എന്നുള്ളതല്ല, കലാവാസന എല്ലാവർക്കും, അല്ലെങ്കിൽ അത് അഭിരുചി എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ എത്ര ശതമാനം ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ കൂടുതൽ കുട്ടികൾക്ക് മാനസികമായിട്ടും അതുപോലെ ചിത്രം വര എന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം കൂടിയാണ്. അപ്പോൾ അന്നേരം അതുവഴി കുട്ടികൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഇപ്പോൾ നേരത്തെ ചോദിച്ച ഇപ്പോൾ അധ്യാപകരുണ്ട്. പല സ്കൂളിലും അധ്യാപകർ ഇല്ലാന്നില്ലാണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ അതിന് അധ്യാപകരെ കൂടുതൽ നിയമിക്കണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം താൽക്കാലിക ഇതായിട്ടൊക്കെ കുറേ അധ്യാപകരൊക്കെ ഇത് ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും പെർമനൻ്റായിട്ടിൻ്റെ അധ്യാപകർ വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആയിക്കോട്ടെ, ഓക്കെ, പ്രതികരിച്ച് നന്ദി. ലൈവാണേ. നമ്മുടെ പൊതുമരാമത്ത് വൈര നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വാടനാണ്. എന്താണ് പ്രവേശനോത്സവം? ഗവൺമെന്റ് വളരെ ഗംഭീരമായിട്ട് എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടത്തുന്നുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങൾ നന്നായി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളെ അത്തരം കാര്യങ്ങൾ ഇവിടെ സ്കൂളിൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം തന്നെയുണ്ട്. എന്താണ് ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്?
ഇത്തവണത്തെ പ്രവേശനോത്സവം എന്ന് പറയുന്നത് വളരെ ആഘോഷപരമായിട്ട് തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓരോ പ്രദേശത്തെയും സ്കൂളുകളിൽ അതാത് പ്രദേശത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് തന്നെ പ്രവേശനോത്സവ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി കഴിയണം എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് BM-LP സ്കൂൾ നടന്നിട്ടുള്ള ഈ പ്രവേശനോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ഒരു അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് പൊതുവിദ്യാലയത്തിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളാണ് പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇത്തവണ ഏതാണ്ട് 2.5 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികളാണ് ഈ 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖല പൊതുവിൽ അതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ നിലയിലുള്ള ഇടപെടൽ, അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ, അതോടൊപ്പം തന്നെ അധ്യാപകർ, PTA തുടങ്ങിയിട്ടുള്ളവരുടെ എല്ലാം ഇടപെടലിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കൂടി കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ കാലം എല്ലാവർക്കും അറിയാം. ആ നിലയിൽ തന്നെ ഒന്ന് പ്രതികൂല കാലാവസ്ഥകൾ നേരത്തെ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ തുറക്കുന്ന ഇന്നേ ദിവസം കുറേ കൂടി നല്ല അന്തരീക്ഷം തന്നെ ഉണ്ടായിട്ടുള്ളത് കുറേ കൂടി ഒരു ആഹ്ലാദകരമായ നിലയിലേക്ക് ഇന്ത്യ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഹ്ലാദകരമായിട്ട് ദിനം കൂടിയാണ് ഇന്ന് മാത്രം. എന്നിട്ട് എന്താണ് സ്ഥല കൗൺസിലർക്ക് പറയാനുള്ളത്? വാർഡ് കൗൺസിലർ പറയാനുള്ളത് പറ. വളരെ സന്തോഷമുണ്ട്. ഏതായാലും 10 മണിക്കും ഈ ഉത്സവത്തിന്റെ ഭാഗമായി മാറിയുള്ള സന്തോഷം കൂടി പങ്കുവെക്കുന്നു. വളരെ നല്ല നിലയിൽ തന്നെ പ്രവേശനോത്സവം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. ഏറ്റവും നല്ല തെളിഞ്ഞ കാലാവസ്ഥ തന്നെ അതിനൊരു അനുഗ്രഹമായി ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു സന്ദർഭം പ്രത്യേകം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് വളരെ ഒരു ഗുണകരമായ ഒരു വർഷം തന്നെയായി മാറുമെന്ന് സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എത്രമാത്രം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ മറ്റു പല കാര്യങ്ങളിലും അനാശാസ്യമായ പല കാര്യങ്ങൾക്കും മയക്കുമരുന്നുകളുമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യാപന കേന്ദ്രമായി മാറുന്നുണ്ട് എന്ന് സംശയിക്കുന്നു. അധികൃതരുടെ നല്ല ശ്രദ്ധ നമ്മൾ ഇത്രയും കാലം കൊണ്ട് സംരക്ഷിച്ച നമ്മുടെ ഒരു സാമൂഹ്യ ബോധം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള കാഴ്ചപ്പാടുകൾ മാറുന്ന രീതിയിലുള്ള ബോധവൽക്കരണമൊക്കെ നടത്തേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയായി നമ്മുടെ ഈ കാലം മാറുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. നമ്മുടെ കുട്ടികളെ ഈ അത്തരം സന്ദർഭങ്ങൾക്ക് തന്നെ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ അവരൊരു സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്താൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട്. അതിനായി നമുക്ക് ഈ പ്രവേശനോത്സവത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ അവാർഡ് ജേതാവാണ് എൻ്റെ ഗുരുനാഥനാണ്. ഞാനത് പറയാലോ, എൻ്റെ ഗുരുനാഥനാണ്. ഞാനിവിടെ BM-LP സ്കൂൾ പഠിച്ചതാണ്. ഇവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നല്ലൊരു അധ്യാപകനാണ്. അതിനെക്കുറിച്ച് പറയാൻ എൻ്റെ അധ്യാപകനാണ്. എന്നെയൊക്കെ ഞാനൊക്കെ നന്നായി പഠിച്ചോ എന്നത് അറിയില്ല, എന്നാൽ പോലും എന്നെയൊക്കെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ വളരെ ബഹുമാനം തോന്നുന്ന ഒരു അധ്യാപകനാണ്. നാരായണൻ മാഷ് അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളൊക്കെ നിലപാട് പറയുന്ന ആളാണ്. സാറിന് എന്താണ് ഈ പ്രവേശനോത്സവം? സാറിന് തന്നെ പഠിപ്പിച്ച സ്കൂളിൽ ഹെഡ്മാഷായ സ്കൂളിൽ തന്നെ സാറിനെ ഇവിടെ വിളിപ്പിക്കുക എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് സാറിന് തോന്നുന്നത്? അന്നത്തെ കാലത്തെ ഒരു വിദ്യാഭ്യാസവും ഇന്നത്തെ കാലത്തെ ഒരു വിദ്യാഭ്യാസവും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഈ പ്രവേശനോത്സവം, അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? പ്രവേശനോത്സവം എന്നുള്ളത് പുതുതായി വരുന്ന കുഞ്ഞുമക്കൾക്ക് പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കാനും ആനകളെ പോലെ വലുതാകാനുള്ള ഒരു ആദ്യ ദിനമാണ്. വളരെ ആഹ്ലാദകരമായൊരു അനുഭവമാണ്. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുകയും ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയും ചെറിയ കുട്ടികൾക്ക് മധുരപലഹാരങ്ങളൊക്കെ ചെയ്യുകയും അവരെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുവർണാവസരമാണ്. മുമ്പ് കാലത്ത് ഇങ്ങനെ ഔദ്യോഗികമായി പ്രവേശനോത്സവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ മിഷൻ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടത്തി വരാറുണ്ടായിരുന്നു. ഇപ്പോഴാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വളരെ ഭംഗിയായി വളരെ ഔപചാരികമായുള്ള ഇത്തരത്തിലുള്ള പ്രവേശനോത്സവങ്ങൾ നടക്കുന്നത്. കേരളം മുഴുവൻ ഇന്ന് ആഹ്ലാദിക്കുന്ന ഒരു സുദിനമാണ്. നമ്മുടെ പിഞ്ചു കുട്ടികൾ വിദ്യാലയങ്ങളെത്തുകയും അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു സുവർണ ദിവസമായി ഇന്ന് ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു ദിവസം. മുമ്പ്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരു പേടിയുടെ ദിവസമാണ്, സ്കൂളിൽ പോയ ദിവസം, കരച്ചല്ലേ, കരച്ചിലിന്റെ ദിവസമായില്ല. ഞാനൊക്കെ എന്നെയൊക്കെ ചേർത്ത ദിവസം ഞാൻ വീട്ടിൽ അമ്മ എത്തുന്നതിന് മുമ്പേ തിരിച്ച് വീട്ടിലേക്ക് ആളാണ് ഞാൻ, കരഞ്ഞുകൊണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് കുട്ടികൾ വളരെ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി സ്കൂളിൽ ആദ്യത്തെ ദിവസം തന്നെ വരുന്നത് കാണുമ്പോൾ ആ പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള മാറ്റം നമുക്ക് പ്രകടമാകുന്നു. വളരെ ആഹ്ലാദകരമായിട്ടുള്ള, വളരെ സന്തോഷകരമായിട്ട് അതായത് ജനപ്രതിനിധികളും അതുപോലെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും പഴയ അധ്യാപകരൊക്കെ ഒത്തുചേർന്ന് ഈ കുട്ടികളെ അനുഗ്രഹിക്കുന്ന അതിമനോഹരമായ ഒരു ചടങ്ങാണ്. വളരെ വളരെ സന്തോഷം. ആയിക്കോട്ടെ. അടിപൊളി അടിപൊളി. ടീച്ചർ എന്താ പേര്? റീന അല്ലേ? ഈ ക്ലാസ്സിലെ ടീച്ചർ തന്നെയാണ്. കുട്ടികളെല്ലാം എങ്ങനെയുണ്ട്? അതെ അല്ലേ? ടീച്ചർ വീട് എവിടാ? കുട്ടികളോട് വളരെ സന്തോഷത്തോടുകൂടി അവരോട് വളരെ കൂട്ടുകൂടിയിട്ട് തന്നെയാണ് പാട്ട് പാടിയത്. ടീച്ചർ നന്നായാല് കുട്ടികളെ നന്നായി. അറിയാലോ, ഞാനൊരു പാരൽ കോളേജിലൊക്കെ പഠിപ്പിച്ച അധ്യാപകനാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറയുന്നത് വെച്ചാല് ടീച്ചറെ ആ ഒരു കുട്ടികളുടെ ഒരു സന്തോഷം എന്തുണ്ട്? ടീച്ചറെ ജോറന്നാ പാട്ടെല്ലാം പഠിപ്പിക്കുക? നല്ല ഇഷ്ടം തന്നെ ടീച്ചറാ? അതെ അല്ലേ? ഒരു പാട്ടും കൂടെ പാടിയ ഉഷാർ, ഒരു പാട്ടും കൂടെ ടീച്ചറും മക്കളും കൂടെ ഒരു പാട്ടും കൂടെ ഉഗ്രാകട്ടെ. എല്ലാവരും കാണട്ടെ മിഷൻ സ്കൂളിലെ. ഏതാ പാട്ട് പാടല്? ആ പാടിക്കോ. ഹാപ്പി. അടിപൊളി അടിപൊളി അടിപൊളി. നല്ല കുഞ്ഞു മക്കളുടെ സന്തോഷം കാണാനുള്ള വലിയൊരു. ഇതേത് ക്ലാസ് ടീച്ചറെ? അതല്ലേ? ആരെങ്കിലും നല്ലോണം പഠിക്കുന്നവരാരാ ഏറ്റവും നല്ലോണം പഠിക്കുന്നത്? ആരാ പറഞ്ഞ? അവര് പറയണം ആരാ ഏറ്റവും നല്ലോണം പഠിക്കുന്നത് എന്ന് പറഞ്ഞ ആരാന്ന് അവര് പറയാം. ആരാ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? ആളെ പേര് പറ. ആരാ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? ആര്? ആരാ അത്? അടിപൊളി. ഇവിടെ നന്നായി പഠിക്കുന്ന അല്ലേ? ഇവിടെ നന്നായി പഠിക്കും. ബാക്കി എല്ലാവരും നന്നായി പഠിക്കുന്നവരല്ലേ? അതെയാ? കഥ പറച്ചിലാ? അതെയാ? എന്നാ പിന്നെ ഒരു കഥ പറയാറാ. ഒരു പാട്ട് പാടറ എന്നാല്. അങ്ങനെ മറന്നുകൂടല്ലേ? നല്ലോണം പഠിക്കുന്ന കുട്ടിയല്ലേ? മോളെ പേരെന്താ? അതെ, എവിടെ വീട്? പയ്യന്നൂർ തന്നെയാ? എന്താ പറഞ്ഞേ? ഒരു പാട്ട് കഥ. എന്തെങ്കിലും ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ. കുറച്ച് പാടിയാ. വാ. പട്ടുറുമാൽ തുന്നി തരും കൊട്ടു
കുറിച്ചാ പാടുന്നത്. ക്ലാപ്പ് ക്ലാപ്പ്. അടിപൊളി. ഓക്കെ ടീച്ചറെ, താങ്ക് യു. രണ്ട് മക്കള് അമ്മേനെ കുറിച്ചാ പാടും. എന്റെ പേര് രാജീവൻ. ഞാൻ ഓൺലൈൻ പച്ച വിളിച്ചെന്ന് പറഞ്ഞ ഓൺലൈൻ മാധ്യമത്തിന്റെ ആള്. ആയിക്കോട്ടെ. നോക്കട്ടെ. ഇത് എത്ര ക്ലാസ് ടീച്ചറെ? എത്ര ക്ലാസ്സാ? തേർഡ്. പാട്ട് പാടുന്നുണ്ടോ? അതെ അല്ലേ? ആയിക്കോട്ടെ, നിങ്ങളെ കാര്യം നടന്നോട്ടെ, പ്രശ്നമില്ല. മോള് പാട്. അടിപൊളി. നമ്മളെ പേര് എവിടെ? വീട് പയ്യന്നൂരാ. നല്ല അടിപൊളി. സാറാക്കി. നമ്മളെ കുട്ടികളൊക്കെ എന്തൊരു ടാലന്റ് ഉള്ള കുട്ടികളാണ്. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. നമ്മളെ സ്കൂള് നമ്മളൊക്കെ പിന്നെ കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ നമ്മളും കുട്ടികളാവുന്നു എന്ന ഒരു തോന്നലാണ് എനിക്കൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഈ സന്തോഷങ്ങള് വർണ്ണാഭമായ ഒരു പ്രവേശനോത്സവം, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ അധ്യാപകർ പങ്കെടുക്കുന്നു, രക്ഷാകർത്താക്കൾ പങ്കെടുക്കുന്നു, നമ്മുടെ പുതിയ കുട്ടികളെ സ്വീകരിക്കുന്നു. അവർക്ക് വലിയ സന്തോഷം പകർന്നു നൽകുന്ന ഈ ഒരു ചടങ്ങ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി സാധിച്ചതിൽ വേറെ സന്തോഷമുണ്ട്. ഇത് ഒരുപാട് പാരമ്പര്യവും ചരിത്രവും അവകാശപ്പെടാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് BEMLP സ്കൂൾ. ഈ സ്കൂളിൽ വെച്ച് ഒരു പ്രവേശനോത്സവം, കഴിഞ്ഞ പ്രാവശ്യം പ്രവേശനോത്സവത്തിന് ഈ സ്കൂളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് പെട്ടെന്ന് ഇവിടെ പെട്ടെന്ന് ഒരു നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത ഒന്നല്ല ഈ സ്കൂളിൽ എത്തിയത്, ഇവിടെ എത്തിപ്പെട്ടതാണ് എന്ന് പറയാം. ഏതായാലും ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ പഠിച്ച അധ്യാപകന്മാരാണ് ഇവിടെ ഇന്നത്തെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ആ ഒരു സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. പ്രവേശനോത്സവം അടിപൊളി. നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് മധുരം വിളമ്പുന്നുണ്ട്, അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.